എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മാമച്ചായം കൊടുത്ത ആ ഗിഫ്റ്റിനെ പറ്റി അർത്ഥം വെച്ച് സംസാരിച്ചിട്ട് വൈജയന്തി അങ്ങോട്ട് പോവുകയാണ്. അന്നേരം ദേഷ്യത്തോടെ അലീന പറയുന്നുണ്ട്, പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി, എങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞോട്ടെ, അതോടെ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മാമച്ചായൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല ആ വീട്ടിലുള്ളത്. ആ മാമച്ചായന് ഒരു ഭാര്യയുണ്ട്, ഗ്രേസമ്മ. ആ ഗ്രേസമ്മ എത്ര നന്നായിട്ട് എത്ര കാര്യമായിട്ടാണ് എൻ്റെ അനിയത്തിയെ നോക്കുന്നത് എന്നറിയാമോ. അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവർ സ്വന്തം മോളെ പോലെ കണ്ട് സ്നേഹിച്ച് അവൾക്ക് എന്തൊക്കെ വാങ്ങി കൊടുക്കുന്നതെന്ന് അറിയാമോ. അവളും അതുപോലെ തന്നെയാണ്, സ്വന്തം അച്ഛനെയും അമ്മയും പോലെ കണ്ട് തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നത്. അതിന് അങ്ങനെ ഞാൻ അവളെ അവരുടെ അടുത്ത് എത്തിച്ചതിനുള്ള ഒരു സന്തോഷം എന്ന രീതിയിലാണ് അവരിതെല്ലാം എനിക്ക് വാങ്ങിച്ചു തന്നത്. അത്രയും നല്ല രീതിയിലാണ് അവർ മൂന്ന് പേരൂടെ അവിടെ ജീവിക്കുന്നത്. അതൊന്നും പറഞ്ഞ മേഡത്തിന് മനസ്സിലാവില്ല. ആ ഗ്രേസമ്മയെ കണ്ടു പഠിക്കണം നിങ്ങളെ എന്ന് പറയും. എന്നിട്ട് അലീന തന്നെ പറയുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചിട്ടും കാര്യമില്ല, കണ്ടിട്ടും കാര്യമൊന്നുമില്ല, ഈ ജന്മം ഒരു ഗ്രേസമ്മയാകാൻ നിങ്ങളെ കൊണ്ടാകില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് വൈജയന്തി, നിർത്തിയിട്ട് നിൻ്റെ അധിക പ്രസംഗം എന്ന് പറയുക. അന്നേരം അലീന പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. നേരത്തെ പറഞ്ഞല്ലോ ആ കയ്യിൽ കിട്ടുന്ന ഗിഫ്റ്റ് പോലെ തന്നെ അകമേ കിട്ടുന്ന ഗിഫ്റ്റുകളെ പറ്റി. അങ്ങനെ ഗിഫ്റ്റുകൾ അകമേ കിട്ടി കൈ പൊള്ളിയവർ മാത്രം സൂക്ഷിച്ചാൽ മതി. എനിക്കതിൻ്റെ ആവശ്യമില്ല, എൻ്റെ അനിയത്തിക്കും അതിൻ്റെ ആവശ്യം വരികയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളോടത് പറയേണ്ട കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ ഇരുന്ന ആ കവറുകളെല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോവാണ്. അന്നേരം ഇത് കേൾക്കുന്നതും പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ വൈജയന്തി ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്നറിയത്തില്ലോ. ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, തൃപ്തിയായില്ലേ, ഏകദേശം തൃപ്തിയായിട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് ബാലേന്ദ്രനും അങ്ങ് പോകുന്നു. പക്ഷെ വൈജയന്തി ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. ഈ സമയം അലീന റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കും, എന്തിനാ മോളെ നിന്നോട് ഇതെല്ലാം എടുത്തുകൊണ്ട് ചെല്ലാൻ അവൾ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതെല്ലാം എനിക്ക് മേടിച്ച് തന്നത് ഏതെങ്കിലും ആണുങ്ങളാണോ എന്ന് മേഡത്തിന് അറിയാം, അത് ചെക്ക് ചെയ്യാൻ വിളിപ്പിച്ചതാണ്, അങ്ങനെ ചെക്ക് ചെയ്യാൻ വിളിപ്പിക്കും എന്ന് ഞാൻ മുത്തശ്ശിയോട് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇതൊക്കെ നിനക്ക് ആരാ മേടിച്ചു തന്നെ, നീ മേടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെന്നേ രേവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിലെ അങ്കിളിലെ മാമച്ചായ മേടിച്ചു തന്നതാണ് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അവരെന്ത് കാര്യമായിട്ടോ അവിടെ അവളെ നോക്കുന്നതെന്ന് അറിയാവോ, സ്വന്തം മോളെ പോലെയാണ് അവർ രേവതിക്കുട്ടിയെ കാണുന്നത്. അവർക്ക് കൊടുത്തതിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതൊക്കെ അവർ വാങ്ങിച്ചു തന്നത് എന്ന് പറയും. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, മേഡം എന്താ ഇങ്ങനെ, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ഡിഗ്രിയൊക്കെ പഠിച്ചതിന് ശേഷം ആഗ്രയിലും പോയി പഠിച്ചതല്ലേ എന്ന് ചോദിക്കും. അന്നേരം അതേന്ന് ആഗ്രയിലും ഒക്കെ പോയി പഠിച്ചത്, അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുകയാണ്, മുത്തശ്ശിയുടെ മൂത്ത മകൻ അവിടെ പട്ടാളത്തിലാണല്ലേ എന്ന്. അന്നേരം അതെ, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ വെച്ച് സാറ് മനുവേട്ടനോട് ഇങ്ങനെ പറയുന്നത് കേട്ടതാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവൾ ആഗ്രയിലേക്ക് പോയി. അങ്ങനെ പോയത് ആ മൂത്ത മകൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു, അവരെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. അതിനുശേഷം അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. കുറേ കഴിഞ്ഞ് ഗംഗാധരൻ എന്നാട്ടോ അയാളുടെ പേര്, ഗംഗാധരൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയപ്പം അവൾ തിരിച്ചു പോരുകയും ചെയ്തു എന്ന് പറയും. അന്നേരം അലീന പിന്നെയും ചോദിക്കുവാണ്, കുറച്ച് നാളിൽ അവർ തിരുവനന്തപുരത്തില്ലായിരുന്നു എന്ന്. അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര അത്ഭുതം, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ അവർ പറയുന്നതിൽ നിന്ന് പലപ്പോഴായിട്ട് കിട്ടിയതാണ് എന്ന് പറയും. എന്നിട്ട് അലീന അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണ്, എന്നാണ് മാഡത്തിൻ്റെ വിവാഹം കഴിഞ്ഞത് എന്ന് ചോദിക്കുക. അന്നേരം അത് 10-24 വർഷം മുമ്പാണ് എന്ന് പറയുമ്പം കറക്റ്റ് ഒരു ഏകദേശ രൂപമൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശി നോക്കി, ഇതൊക്കെ ഇങ്ങനെ വർഷം സഹിതം നിനക്ക് കറക്റ്റ് അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പം, അല്ല മാഡം ആഗ്രയിൽ നിന്ന് തിരിച്ചു വന്നതും അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയതും പിന്നെ ഈ വിവാഹവും ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ഇടയ്ക്കുള്ള എൻ്റെ വയസ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേ എനിക്കിത് മനസ്സിലായത് എന്ന് പറയും. അങ്ങനെ മുത്തശ്ശി ചോദിക്കും, നിൻ്റെ വയസ്സും അവളുടെ വിവാഹവും നിൻ്റെ വയസ്സും തമ്മിൽ എന്താടി ബന്ധം, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതൊരു കടങ്കഥയാണ് എന്ന് പറയും. അന്നേരം അതെന്ത് കടങ്കഥയാണ്, അതൊന്നും എനിക്ക് പറഞ്ഞു തന്നെ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ചുമ്മാ പറയുകയാണ്, മനസ്സിലൊരു സംഖ്യ ഓർക്ക്, എന്നിട്ട് അതിനെ 20 കൊണ്ട് ഹരിക്കുക, അത് കഴിഞ്ഞ് ഗുണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അന്നേരം നീ ഒന്ന് പോടി, ചുമ്മാ ഓരോന്ന് പഠിച്ചു വെച്ചേക്കോ, ഇതൊക്കെ ഞാനും കുറേ കേട്ടിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറയും. അത് കഴിഞ്ഞ് അലീന അടുക്കളയിൽ കുറച്ച് ജോലിയും കൂടി ഉണ്ട്, അത് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഈ സമയം വൈജയന്തി ആകെ വിഷമിച്ച് അവിടെ ആ ഹാളിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ അങ്ങോട്ട് വരും. എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, വൈജയന്തി നിന്നോട് ഞാൻ കാര്യമായിട്ട് പറയുവാണ്, നീ ഇനിയും അലീനയുടെ മുമ്പിൽ ഇങ്ങനെ തരംതാന്ന രീതിയിൽ സംസാരിക്കരുത്, നീ എന്തൊക്കെയെന്ന് അവളോട് സംസാരിച്ചത് വളരെ മോശമായി പോയി എന്ന് പറയുമ്പം വൈജയന്തി ദേഷ്യത്തോടെ പറയുവാണ്, ഞാൻ അങ്ങനെ തരംതാന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും,
ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, നിങ്ങളല്ലേ അവളെ വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയതും അവൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തതും, അവൾ ഇരുന്നത് ഞാൻ ഇരിക്കേണ്ട സീറ്റിലാണ്, അത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ദേഷ്യത്തോടെ പറയുവാണ്, നിന്നെ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ആ സീറ്റിൽ ഇരുത്തി പലർക്കും ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുടെ പേര് പറയും കേട്ടോ. പെണ്ണുങ്ങളാണ്. ജ്വല്ലറിയിലെയും അതുപോലെ അവിടുത്തെ പഞ്ചായത്തിലെയും കുറേ ആൾക്കാരുടെ പേരൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അവരെ ആരും എൻ്റെ ബെഡ്റൂമിലെ അവകാശം ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അവരെ പോലെയല്ല ഇവള് വെറും വേലക്കാരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പിന്നെയും വൈജയന്തിയോട് പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ, നിനക്കെന്താ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകിയല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മറന്നു പോകരുത്, നമുക്ക് 3 മക്കളുണ്ട്, അതിൽ 2 പേര് പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ നന്നായി വളരണമെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ടത് നീയായിരിക്കും പലപ്പോഴും അവർക്ക് റോൾ മോഡൽ. ഈ രീതിയിലാണ് നീ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും അവരുടെ സ്വഭാവം നന്നാകില്ല എന്ന് പറയുമ്പം വൈജയന്തി തിരിച്ചു പറയുവാണ്, അങ്ങനെയാണെങ്കിൽ മകൻ്റെ റോൾ മോഡൽ അച്ഛനായിരിക്കുമല്ലോ, അവൻ ഇപ്പം തന്നെ ഒരു പെൺകുട്ടി വീട്ടിൽ കൊണ്ടേ വന്നു, ഇനി എത്രത്തിന് കൊണ്ടുവരുമെന്ന് ദൈവത്തിനറിയാമെന്ന് പറയാം. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ഇപ്പം നീ അങ്ങനെയാണ് പറയുന്നത്, നേരത്തെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പം നിൻ്റെ മകൻ എന്തോ വലിയ നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് നീ എന്നോട് തർക്കിച്ചവളല്ലേ, എന്നിട്ടിപ്പോൾ പ്ലേറ്റ് തിരിച്ചു വെച്ചോ എന്ന് ചോദിക്കും. അന്നേരവും വൈജയന്തി വിട്ടുകൊടുക്കുന്നില്ല. വൈജയന്തി ദേഷ്യത്തോടെ പറയുവാണ്, അത് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഏതായാലും ഒരു തീരുമാനമെടുത്തു, അവളെ ഇനി ഈ വീട്ടിൽ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നാളെ തന്നെ ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതാണ് നല്ലത്, നീ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക, ഏതായാലും ഈ വീട്ടിലേക്കാളും സംരക്ഷണവും സമാധാനവും അവൾക്ക് വേറെ ഏത് വീട്ടിലും കിട്ടും, നീ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോവാണ്. അന്നേരം കലിപ്പ് തീരാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ വൈജയന്തി. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് വരും. അന്നേരം ഏകദേശം പണിയൊക്കെ ഒന്ന് തീർത്ത് വരുവാണ് അലീന. അന്നേരം നിൻ്റെ പണിയൊക്കെ തീർന്നോടി എന്ന് ചോദിക്കുമ്പോൾ, തീർന്നു വരുന്നു, ഒരു ദിവസത്തെ പണി അല്ലായിരുന്നല്ലോ, 3 ദിവസത്തെ ജോലി ഇല്ലായിരുന്നു എന്ന് ചോദിക്കും. എന്നിട്ട് വൈജയന്തി തന്നെ ഇങ്ങനെ പറയുവാണ്, ഞാനിന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എല്ലാ ചെക്കപ്പും നടത്തി, അമ്മയ്ക്ക് ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ കൊല്ലപ്പള്ളി ചെന്നപ്പോൾ അമ്മ അത്യാവശ്യം റൂമിൽ കൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്തതാണ്, ഇനിയിപ്പം ഇത്തിരി ഫിസിയോതെറാപ്പി എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, കുഴമ്പിട്ട് തടവി ചൂട് പിടിച്ചാലും അതങ്ങ് കുറയും എന്ന്. അന്നേരം വൈജയന്തി അലീനയോട് പറയുവാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മനസ്സിലായില്ല, എന്താ കാര്യമെന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മയെ നോക്കാനായിട്ടല്ലേ, ഇനിയിപ്പം അമ്മയെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മയുടെ കാര്യമൊക്കെ അത്യാവശ്യം റെഡിയായി വരുവാണ്, അതുകൊണ്ട് നാളെ തന്നെ നിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടാൻ പോവുകയാണ് എന്ന് പറയും. അന്നേരം അലീനയ്ക്ക് വലിയ ഞെട്ടലൊന്നുമില്ല കേട്ടോ. അലീന തിരിച്ച് വൈജയന്തിയോട് ചോദിക്കുവാണ്, ആയിക്കോട്ടെ എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ നിങ്ങളുടെ ഈ വീട് നല്ല ഭംഗിയായിട്ട് നോക്കിയിട്ടില്ലേ, അടുക്കള ജോലിയെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എനിക്ക് വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയും. അന്നേരം അലീന അടുത്ത ചോദ്യം ചോദിക്കുവാണ്, മേഡത്തിൻ്റെ അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ കണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയല്ലേ നോക്കിയത്, നെഞ്ചി കൈവച്ച് ഉത്തരം പറയണം, നുണ പറയരുത് എന്ന് പറയുമ്പോൾ, ഇല്ല നീ നന്നായിട്ട് നോക്കിയാൽ അതിൻ്റെ അകത്തും എനിക്ക് പരാതിയില്ല എന്ന് പറയും. അന്നേരം അലീന അടുത്ത ചോദ്യം ചോദിക്കുന്നു, മേഡത്തിൻ്റെ മക്കളെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ട് ഞാൻ സ്നേഹിക്കുകയും അവരോട് പെരുമാറുകയൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിലും എനിക്ക് പരാതി ഒന്നുമില്ല, നീ ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ നാളെ തൊട്ട് നീ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ട, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയും. അന്നേരം അലീന പറയുവാണ്, ഏതായാലും നല്ലൊരു ന്യായമാണ് ഇപ്പോൾ പറഞ്ഞത്, ഇവിടെയുള്ള എല്ലാ ജോലികളും നല്ല കൃത്യമായിട്ടും ഭംഗിയായിട്ടും ഞാൻ ചെയ്തു, പക്ഷേ നാളെ തൊട്ട് ഞാൻ ഇവിടെ ജോലിക്ക് വരണ്ട, അതിന് പറയുന്ന ന്യായമോ ഒരു മുടന്ത ന്യായം എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഒരു മുടന്തൻ ന്യായവും ഇല്ല, നീ കുറേ മുമ്പ് പറയുന്നത് കേട്ടായിരുന്നല്ലോ, അകമേ ഗിഫ്റ്റുകൾ മേടിച്ച് കൈ പൊള്ളിയവർ മാത്രം സൂക്ഷിച്ചാൽ മതി, നിനക്കും നിൻ്റെ അനിയത്തിക്കും അങ്ങനെ ഒരു അവസ്ഥ വരികയില്ല എന്ന്. അപ്പം നീ അത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, നീ അങ്ങനെ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചായിട്ട് എനിക്ക് തോന്നി എന്ന് പറയും. അന്നേരം അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കും, അതെന്താ മേഡത്തിന് അങ്ങനെ തോന്നാൻ, മേഡത്തിന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അല്ല ആ രീതിയിലുള്ള സംസാരമൊന്നും ഈ വീട്ടിൽ വേണ്ട, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയെന്ന് തന്നെ കൂട്ടിക്കൂ, അതുകൊണ്ട് ആ രീതിയിലുള്ള സംസാരം ഈ വീട്ടിൽ ഇനി ഉണ്ടാകാതിരിക്കാനാണ് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എന്ന് പറയും. അന്നേരം അലീന ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട്, കഷ്ടമുണ്ട് കേട്ടോ മാഡം എന്ന് പറയും. എന്നിട്ട് ചോദിക്കുവാണ്, അതെ മാഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കും. അന്നേക്കും വൈജയന്തിക്ക് ആകെ ടെൻഷൻ, ഞാൻ ആഗ്രയിൽ പോയി പഠിച്ച കാര്യം നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ആഗ്രയിലെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, കുറേ വിശേഷങ്ങളൊക്കെ അത്യാവശ്യം എനിക്ക്
എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ശാസ്തമംഗലത്ത് വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളോട് കിട്ടാനുണ്ട്. ബാക്കിയൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും വൈജയന്തി ഇങ്ങനെ നിന്ന് ഉരുകുവാണ്. അന്നേരം വൈജയന്തി ഇങ്ങനെ ഭയങ്കര ടെൻഷനോടെ അലീനയോട് ചോദിക്കുക, നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്, നീ ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ മാഡം ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ എന്ന് പറയും. അന്നേക്കും വൈജയന്തി ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ അങ്ങോട്ടും ഒന്നും പറയാൻ പറ്റുന്നില്ല വൈജയന്തിക്ക്. കൈയും കാലും ഒക്കെ ഇങ്ങനെ പേടിച്ച് കഴിയുമ്പോൾ തളർന്നു പോകില്ല. അതുപോലെ കുറച്ച് നേരം നിന്നിട്ട് പയ്യെ ആ റൂമിൽ നിന്ന് പോരുന്നു. എന്നിട്ട് ഹാളിൽ വന്നിങ്ങനെ നിന്ന് ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിക്കുക. പെട്ടെന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ വന്നുകൊണ്ട് ഇടയ്ക്ക് തലയിലൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ടേബിളിലൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കില്ലേ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ പേടിയോടെ ഇങ്ങനെ അടുക്കളയിലെ ആ ഭാഗത്തേക്ക് നോക്കുക. അപ്പോൾ അലീന ആ പുറത്തേക്ക് വരും. എന്നിട്ട് കുറച്ച് നേരം വൈജയന്തി നോക്കി എന്നിട്ട് അലീന അങ്ങ് കയറി പോകും. അവിടെ തന്നെ നിന്ന് പോയി വൈജയന്തി വിറച്ച് പേടിച്ചിട്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് ആ റൂമിലേക്ക് ചെല്ലുന്ന അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന്. അന്നേരം കഴിഞ്ഞു. എന്നാ മുത്തശ്ശിക്ക് ഭയങ്കര വേദനയാട്ടോ ആ രാവിലെ വീണതിൻ്റെ. നടുപിടിച്ചല്ലേ വീണ, നടുവിനും വേദന കാലിനും വേദന. അന്നേരം വേദന ഇതുവരെ കുറഞ്ഞില്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, ഒരു ശകലം കുറവുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് നീ എന്തിനാടി അങ്ങോട്ട് പോയാൽ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, മാഡം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എന്നെ നാളെ തൊട്ട് ഇവിടെ ജോലിക്ക് വേണ്ട എന്നും പിരിച്ചു വിടുവാണ് എന്ന് പറഞ്ഞു എന്നും പറയും. അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര ടെൻഷനാണ്. അവൾ അങ്ങനെ പറഞ്ഞു, അവളൊരു തീരുമാനം എടുത്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവളാ, നിന്നെ പറഞ്ഞു വിട്ട് ഞാൻ എന്നാ ചെയ്യും എന്നൊക്കെ ചോദിച്ചിങ്ങനെ ടെൻഷനോടെ പറയുക. എന്നിട്ട് പിന്നെയും ചോദിക്കും, നീ നാളെ പോകുമോടി എന്നിങ്ങനെ വിഷമത്തോടെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റിയില്ലെന്നേ, അങ്ങനെ പറഞ്ഞു വിടണമെങ്കിൽ എനിക്ക് എൻ്റെ ഓഹരി തരണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കും, നീ എന്താണ് ഈ പറയുന്നത്, നിനക്കിവിടെ ഓഹരി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ചുമ്മാ മുത്തശ്ശി, ഇതുപോലൊരു നമ്പർ ഞാൻ അവിടെ കാണിച്ചു, അന്നേരം ചെറുതായിട്ടൊന്ന് മേഡം പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയും. അന്നേരം പിന്നെ അവളുടെ ഒരു നമ്പർ, ഇതൊക്കെ എറണാകുളത്തുനിന്ന് പഠിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, കുറച്ചൊക്കെ അവിടെ നിന്ന് പഠിച്ചതാ എന്ന് പറയും. എന്നിട്ട് പയ്യെ മുത്തശ്ശിയുടെ അടുത്തോട്ട് വന്നിരിക്കും. എന്നിട്ട് ഇപ്പം നല്ല ഭൂമിയിലായല്ലോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നോടിപ്പം നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇവിടുത്തെ മാഡത്തിൻ്റെയും ബാലേന്ദ്രൻ സാറിൻ്റെയും വിവാഹം കഴിഞ്ഞ കഥയൊക്കെ പറയാമെന്ന്, അതൊക്കെ പറ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ മുത്തശ്ശി ആ വിവാഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി തീരെ വയ്യാതാവുകയാണ്. മുത്തശ്ശിക്ക് വേദന കാരണം കരച്ചിലായിട്ട് ബാലേന്ദ്രനെ പോയി വിളിക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. അതൊക്കെ പ്രൊമോയിലാട്ടോ കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.